14-ാം അധ്യായത്തിൽ 1,44,000 ആൾക്കാരാണ് തിരിച്ചു വരുന്നത്. അവർ പറഞ്ഞു തരുന്നത് ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് അവൈലബിൾ ടു ഗോഡ്സ് പീപ്പിൾ. ഇത്ര കഠിനമായ സമയത്തും ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞ 1,44,000 പേര് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ലാമ്പിൻ്റെ പവർ ഗ്രേറ്റ് ആണെന്നും അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുമെന്നല്ല, എല്ലാം മുന്നോട്ടേക്കാണ് പറയുന്നത്. അതായത് നരകം കിട്ടില്ല എന്നാണ്. ഇവരൊക്കെ പോകുന്നത് ഇല്ലാതാവുമ്പോൾ നരകത്തിലേക്കാണല്ലോ. അപ്പം അതാണ് നമ്മുടെ ഒരു ഫെയ്ത്ത് ഫോർമേഷൻ്റെ വ്യത്യാസം. ഇതിലെ ചില സാധനങ്ങൾ വരുമ്പോൾ ഇത് തിന്മ ചെയ്തവർക്ക് മാത്രമാണെന്ന് പറയണില്ല. ഇനി ആ ബൗൾസ് വരില്ലേ, അപ്പം പിന്നെ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മൾ 7 സൗഭാഗ്യങ്ങൾ വായിച്ചില്ലേ, ആ സൗഭാഗ്യത്തിലാണ് അതിന് അർത്ഥം കണ്ടെത്താൻ പറ്റുള്ളൂ. കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരെന്നാണ് പറയുന്നുള്ളൂ. അതെങ്ങനെ മരിച്ചാലും കർത്താവിൽ മരിക്കണമെന്നാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ മരിക്കാം, പക്ഷെ അവർ ചെന്നെത്തുന്നത് നമ്മളെത്തുന്നതും വ്യത്യസ്തമായ സ്ഥലത്താകുന്നതാണ്. അല്ലാതെ ഇതിന്ന് എല്ലാത്തിന്നും എന്നെ രക്ഷിക്കും, ചിലപ്പോൾ നമ്മളവിടെ അതിലെത്തണമെന്നില്ല. അപ്പം അതല്ല നമ്മുടെ ഫോക്കസ്. നമ്മൾ കർത്താവിലെത്തുക എന്നുള്ളതാണ് ഫോക്കസ്, അല്ലാണ്ട് ഇതിന്ന് രക്ഷപ്പെടുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് കാത്തലിക് വ്യൂ കുറേ കൂടിയും സ്ക്രിപ്ചറലാണ്, കുറേ കൂടിയും യാഥാർത്ഥ്യബോധമുള്ളതാണ്. മറ്റേത് ഇവിടെ നിന്ന് എങ്ങോട്ടോ എടുത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഇത് നാൾ വരെ അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവർ രക്ഷപ്പെടും എന്ന് പറയുന്ന വചനത്തിന് അർത്ഥം എവിടെയാണ് എടുക്കുന്നത്? അവസാനം വരെ സഹിക്കണം എന്നല്ലേ അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പം ഇനി നമുക്ക് ആദ്യത്തെ വിഷൻ വായിക്കാം. ഇത് വായിക്കാം, 14:1 വായിക്കാം. എന്തുണ്ടായാലും എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ഒരു സമാധാനമാണ് ഇങ്ങനെ ബോധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഫിലിപ്പിയർ 4:7 വെച്ചൊക്കെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇത് പറയുന്നത് എന്ത് ഇതുണ്ടായിരുന്നാലും ഇതൊക്കെ പവർലെസ് ആണെന്നുള്ള ഒരു ഇതിലാണ് ഈ കുഞ്ഞാട് നിൽക്കുന്നത്. ഇവിടെ ഒരു മലയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അത് സിയോൻ മലയാണല്ലോ. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്ഥലമായിരുന്നു ആദ്യവും ഇനിയും അവസാനവും. പുറപ്പാട് 15:17, 2 രാജാക്കന്മാർ 19:31, സങ്കീർത്തനം 2, സങ്കീർത്തനം 48, ഏശയ 4:2-3, ഏശയ 57:13, ജോയൽ 3:5, മിക്ക 4:6-8 വരെ. പിന്നെ ഹെബ്രായ 12:22-24 വരെ. ഈ വിഷൻ, മൗണ്ട് സീനായിലുള്ള ഈ വിഷനാണ് 2 ബീസ്റ്റിനുള്ള മറുപടി. സങ്കീർത്തനം 2 വായിക്കാം. ജനതകൾ ഇളകി മറിയുന്നത് എന്തിന്? ജനങ്ങൾ എന്തിന് വ്യക്തമായ ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ടു ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ഡ് കൊണ്ട് നീ അവരെ തകർക്കും. പാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ.
ഭയത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇൻറ്റിമസി വിത്ത് ക്രൈസ്റ്റ്, അതാണ് ഈ 1 തൊട്ട് 5 വരെയുള്ളതിൽ പറയുന്നത്. സ്പെഷ്യലി ഇൻ വേർഷിപ്പിലാണ് ഇത് ചെയ്യുന്നത്, പോർട്രേ ചെയ്യുന്നത്. നമുക്ക് 14 11 തൊട്ട് 5 വരെ. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ അവനോടുകൂടെ 144,000 പേരും അവന്റെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിലെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്നത് പോലെ ഒരു സ്വരം. അതാണ് വേർഷിപ്പ്. അവർ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിയും. അവർ സ്ത്രീകളോട് ചേർന്ന് അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നത്. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. വേർഷിപ്പ് ഓൺ എർത്ത്, അത് ശരിക്കും പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലൈഫ് ഓഫ് ഹെവനാണ്. നമ്മൾ ഇവിടെ ആരാധന നടത്തുമ്പോൾ, പ്രത്യേകിച്ച് കുർബാന, അത് സ്വർഗത്തിലെ ആരാധനയോടുള്ള പാർട്ടിസിപ്പേഷനാണ്. എഫേഷ്യൻസ് 1:3. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. 2:4. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. കൊളോസസ് 3:1-4 വരെ. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുരുഷനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ അവനോടുകൂടെ നിങ്ങളുടെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. ഈ കുഞ്ഞാട് നമ്മൾ തുടങ്ങി വെച്ചത്, ഈ കുഞ്ഞാട് അവിടെ നിൽക്കുന്ന കണ്ടു. ഈ കുഞ്ഞാടിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. അവർ സംരക്ഷിക്കപ്പെട്ടതാണെന്നും നമുക്കറിയാം. ഏശയ്യ 51:11. വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും. കൃത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും. സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. ഇതാണ് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പറയുന്നത്. അപ്പുറത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലാത്തവരെന്താണ്, അത് അവരെ സംബന്ധിച്ചിടത്തോളം വേറെയാണ് കാത്തിരിക്കുന്നത്. ബ്രഹ്മചാരികൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ഫെയ്ത്ത്ഫുൾ ടു ദ ലോഡ് എന്നാണ്. പിന്നെ എന്തുകൊണ്ട് മെയിൽ, അതാണല്ലോ ഒരു ചോദ്യമുള്ളത്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ അവർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ മാറി നിന്നിരുന്നു. സംഖ്യ 1:17-20 വരെ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20-ഉം അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാമൃതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായി മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിന്മേലും വയസ്സും ശേഷിയുള്ളവർ 46,500. ശിമയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം. അപ്പോൾ അത് മെയിൽസ് ആണ് അവിടെ തെരഞ്ഞെടുപ്പ്. ഇതെങ്ങനെയാണ് പിന്നെ അതിൻ്റെ റിച്വൽ പ്യൂരിറ്റി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ദ ഹോൾ പീപ്പിൾ ഓഫ് ഗോഡ്. ഇവിടെ പറയുമ്പോൾ അതൊരു ആർമിയാണല്ലോ. ഇവിടെയും ഇതൊരു ആർമിയാണ്. ഇവർ വിശ്വസ്തരാണ്. ഇവരെ തന്നെ വിശുദ്ധിയിൽ പ്രത്യേകമായിട്ട് എന്തിനു വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവരുടെ ജോലി? വേർഷിപ്പ് ചെയ്യുക, അതായത് ആരാധിക്കുക, സാക്ഷ്യം നൽകുന്നവരായിരിക്കണം, മരണം വരെ വിശ്വസ്തരായിരിക്കണം. വെളിപാട് 17:14 വായിക്കും. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് അവരെ പിടിപെടുത്തും. രാജാക്കന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും
വിശ്വസ്തരാണ്. വെളിപാട് 2:10. നീ ഉടനെ സഹിക്കാണ്ടിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലാക്കാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ. 1 കൊരിന്തോസ് 4:2. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. മത്തായി 22:14. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കം. അതുകൊണ്ടാണ് അവര് വിശ്വസ്തരായിട്ട് നിൽക്കണം. അവരാണ് ഈ യുദ്ധത്തിലെ പങ്കാളികൾ. എന്താണ് ശരിക്കും ഈ വെർജിനിറ്റി ഇവിടെ? അല്ലല്ലല്ല, നമ്മൾ പറഞ്ഞ കുറേ മുമ്പത്തെ കാര്യങ്ങൾ വെച്ച് നോക്കണം. ഈ സമൂഹത്തിനുള്ള 3 പ്രലോഭനം ഏതാണ്? സോഷ്യൽ എൻവയറമെന്റ്, പേഗൻ കൾച്ചർ, പെർസിക്യൂഷനിൽ ഇവര് വിശുദ്ധി കളയുന്നത് പ്രത്യേകിച്ച് ഇവർ വിഗ്രഹങ്ങളിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് വിഗ്രഹങ്ങളിൽ പോകുന്നവർ അതിൻ്റെ തുടർച്ചയായിട്ട് അശുദ്ധിയിലേക്ക് പോയിരിക്കും. അത്രമാത്രം എല്ലാം ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും 1-ാം പ്രമാണം സീരിയസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നവരാണ്. 1-ാം പ്രമാണം ലംഘിക്കുമ്പോഴാണ് അതിൻ്റെ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും അപ്പോഴാണ് വിഷയം. അപ്പോൾ അതായത് ഇവർ ഒരു തരത്തിലും ഇവരുടെ ഹൃദയത്തിൽ ഒരു വിഗ്രഹം ഉണ്ടാകാൻ പാടില്ല. ബാറൂക്കിൻ്റെ അവസാനത്തെ അധ്യായത്തെ അവസാനത്തെ വാക്ക് നോക്കി. ഇനി 1 യോഹന്നാന്റെ 5 വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവിൻ. അബ്സ്റ്റെയിൻ പെർമനന്റ്ലി ഫ്രം ദ ഡിഫൈൽമെന്റ് ഓഫ് ഐഡൽ. ഇതാണ് ഈ വെർജിനിറ്റി. 2-ാമത്തെ കാര്യം നമുക്കറിയാം, അവർ ഫോളോ ചെയ്തിരുന്നു അല്ലേ? എവിടെ പോയാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും അവർ ഫോളോ ചെയ്യും. അതല്ലേ നമ്മൾ വെളിപാട് 12:11 പറഞ്ഞത്? സെൻട്രൽ മെസ്സേജ്, ജീവൻ വെടിയാൻ അവർ റെഡിയാണ്. യോഹൻ 12:24 മുതൽ 26 വരെ. പിന്നെ റിച്വൽ പ്യൂരിറ്റി, ഇത് ഉദ്ദേശിക്കുന്നത് കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഇങ്ങനെയാണ്. റിച്വൽ പ്യൂരിറ്റി സിംബിളൈസസ് എത്തിക്കൽ പ്യൂരിറ്റി. നോ ഡിസീറ്റ്, നോ ലൈ ഈസ് ഫൗണ്ട് ഇൻ ദം. അതായത് അവരിൽ ഒരു വ്യാജമോ ഒരു തിന്മയും കണ്ടെത്തിയില്ല. അത് നേരെ ഓപ്പോസിറ്റാണ് മറ്റേ ഗ്രൂപ്പുകാരുടെ. അവരിലുള്ളത് എന്താണ്? മുഴുവൻ ഡിസപ്ഷൻ. അതായത് വ്യാജ പ്രവാചകങ്ങളിലുള്ള നുണയും ഡിസപ്ഷനുമാണ് 1. 2-ാമത്തത് അവർ ബീസ്റ്റിന്റെ പുറകെയാണ്, ഫാൾസ് പ്രോഫറ്റിന്റെ പുറകെയാണ്. പിന്നെ വോർ ഓഫ് ബാബിലോൺ അതിന്റെ പുറകെയാണ്. ഇതൊക്കെയാണ് അവരെ മലിനമാക്കുന്നത്. അവർ മലിനമാകുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോഴാണ്. ഇവർ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. വോർ ഓഫ് ബാബിലോൺ, അതായത് വെളിപാട് 18:23 ഒന്ന് വായിക്കാം. ഒരു ദീപവും ഇനി ഒരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധുവരന്മാരുടെ സ്വരം ഇനി ഒരിക്കലും നിന്നിൽ കേൾക്കുകയില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. അത് ആ ബാബിലോണിനെ കുറിച്ചാണ്. അതിനൊക്കെ മാറി നിൽക്കുകയാണ്. പക്ഷേ ഇവരിലുള്ള ഗുണം എന്തായിരിക്കും? ഇസ്രായേലിലെ വിശ്വസ്തരുടെ ഗുണങ്ങളായിരിക്കും. സങ്കീർത്തനം 32:2 വായിക്കാം. കർത്താവ് കുറ്റം ചുമത്താത്തവനും വഞ്ചനയില്ലാത്തവനും വായിക്കുക. ഇതാണ് ഇവരിലെ ഒരു ഗുണം. സഫാനിയ 3:13. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, പറയുകയില്ല. അവശേഷിക്കുന്നവർ
തിന്മ ചെയ്യില്ല, വ്യാജം വ്യാജം പറയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവുണ്ടായിരിക്കും. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. അവരെ ഭയപ്പെടുത്തുകയില്ല. മലാക്കി 2:6. അവരാണ് കൃത്യമായിട്ട് ദൈവമായിട്ട് ഇൻറ്റിമസി കീപ്പ് ചെയ്യുന്നത്. പിന്നെ ദ ലാംബ് ഹിംസെൽഫ്, ഇസ്രായേലിനെ ഫെയ്ത്ത്ഫുളിനോട് അവർ അതിൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ടാവും. അതുപോലെ ലാമ്പിലുള്ള ഗുണങ്ങളും ഇവരിൽ കാണും. ആരാണ് ലാമ്പ്? നമ്മുടെ നിൽക്കുന്ന ലാമ്പില്ലേ, അതിനോടും ഇവർ റിസംബിൾ ചെയ്യും. അതെന്താണ്? ഏശയ്യാ 53:9. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. ഹെബ്രായ 9:14. നിത്യാത്മാവും കൂടെ കണക്കമില്ലാത്ത ദൈവത്തെ നരനിനെ സമർപ്പിച്ചാൽ ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ അന്ധകരണത്തെ നിർജ്ജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയും 1 പത്രോസ് 1:19. ഒന്ന് പത്രോസ് 2:22. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ അഗ്രത്തിൽ വഞ്ചന കാണപ്പെട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഭാഗം ഏത് 14-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇത്രയധികം വചനം നമ്മളിൽ ഉണ്ടാകണം. ഏത് ഇപ്പം ഈ പറഞ്ഞതൊക്കെ 32:2, സെഫാനിയ 3:13, മലാക്കി 2:6, ബാറൂക്ക് 6:73, 1 യോഹന്നാൻ 5, അതെല്ലാം. പിന്നെ ഏശയ്യാ 53:9, 1 പത്രോസ് 1:19, 1 പത്രോസ് 2:22. ഇതെല്ലാം കൂടെ വായിക്കണം. അപ്പോഴാണ് ഇതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ബാക്കി ഒന്നിനും പെടില്ലേത്? വ്യാജ പ്രവാചകർ വന്നാലും, ബീസ്റ്റ് വന്നാലും, ബോറ് വന്നാലും, പ്രോഫറ്റ് വന്നാലും ഇവരുടെ ഉള്ളിലൊരു വഴിയുണ്ട്, ദൈവം തന്ന വഴിയുണ്ട്. അതിലൂടെ അവർ പോയിരിക്കും. ഇവർക്കുള്ളത് ഒരു ഫ്യൂച്ചർ ഇൻറ്റിമസിയെ കുറിച്ചുള്ള ഒരു ഓഫറും കൂടിയാണ്. ഇത് മുഴുവൻ ഇവിടെയുള്ളത് വരാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രതിഫലനമാണ്. ഇവിടെ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഒരു അസ്വസ്ഥതകളുണ്ടാവും. പക്ഷെ ഇതെല്ലാം ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് എവിടേക്കാണ്? ഇവർക്ക് ഭാവിയിൽ കിട്ടും. കർത്താവിൽ മരിക്കുമ്പോൾ അതാണല്ലോ പൗലോസിലേക്ക് പറയും, എനിക്ക് ജീവിതം ഗലാത്യ 2:20. എന്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ വിലയിരുത്തുകയും ചെയ്ത ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. ദൈവത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ മരണത്തിന് നീതീകരണമൊന്നുമില്ല. ശാരീരികമായി ഇനി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ജോലി ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞെരുക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞു. ഇവ രണ്ടിനും ഇടയിൽ ഞാൻ ഞെരുക്കപ്പെടുന്നു. എങ്കിലും എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ പോലും ശ്രേഷ്ഠം. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് ജീവിക്കുക. അത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് കൊളോസസ് 3:23 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും മനുഷ്യപ്രീതി അന്വേഷിക്കുന്നവരായിരിക്കരുത്. അതെവിടെയാണ് പറഞ്ഞേക്കണേ? ഇത് മനുഷ്യപ്രീതിക്ക് വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത്. ആകരുത്. കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ. ഇനി ഇത് വേറെ എവിടെയാണ് പറയുന്നത്? ഗലാത്യ 1:10. അപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിന്റെയാണോ? മനുഷ്യരെ വർദ്ധിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണ്. ഇനി പരസ്പരം മഹത്വം പറയണമെങ്കിൽ വിശ്വാസത്തിൽ വളരുമോ? യോഹന്നാൻ 5:44. ഈ വിഷനിലുള്ള ഇത് ശരിക്കും എന്തിനെ ഉദ്ദേശിക്കുന്നതാണ്? ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇത്രയധികം എക്സൽ ചെയ്യുന്നത് ഇവരിൽ? ഹൗ ആർ വി ടു ഇൻ്റർപ്രറ്റ് ദ മോറൽ എക്സലൻസ്? അത് ഗലാത്യ 5:22-23. അതായത് ദിസ് വിഷൻ ഇൻഡിക്കേറ്റ്സ് ദ പ്യൂരിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ടു വിച്ച് ദ ലോർഡ് കോൾസ് ഓൾ ഹിസ് ഡിസൈപ്പിൾസ്. അതിനു വേണ്ടിയിട്ടാണ് അവർക്ക് ആത്മാവിനെയും
നൽകുന്നത്. ഗലാത്യ 5:22-23. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ റെവലേഷന് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ട ഒരു പ്രത്യേകതയാണ്, ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ 2 റെസ്പോൺസാണ്. ഒരു ഗ്രൂപ്പ് വളരെ വിശ്വസ്തയോടുകൂടി പോകുന്നു, മറ്റേത് നേരെ ഓപ്പോസിറ്റായി പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇങ്ങനെ തന്നെയുള്ള ആൾക്കാരെ കാണുകയാണെങ്കിൽ, നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദാനിയേൽ 12:9 നോക്കിയാൽ, വെളിപാടില് 22:11 അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ, ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഓരോ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഒരു സെക്കൻഡ് ഗ്രൗണ്ട് ഒന്നുമില്ല, മിഡിൽ ഗ്രൗണ്ടും ഇല്ല, ഓപ്ഷനൊന്നുമില്ല. ഒന്നിങ്ങനെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ടോപ്പിൽ പോകുന്നതിന് ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം. ബാബിലോൺ 14:8. മഹാബാബിലോൺ വീണുപോയി. മോഹാസക്തിയുടെ വീഞ്ഞ് പലജനങ്ങളെ കുടിപ്പിച്ചിരുന്ന അവൻ നിലം പതിച്ചു. ഇവര് ഒരു അടയാളമാണ്. ഏത്? ദൈവജനത്തിന് വിരുദ്ധമായിട്ടുള്ള, അങ്ങനെ ആദ്യം മുതൽ അതൊരു ടൈപ്പായി മാറി. ഓക്കെ, ഇവർ തുടക്കം മുതൽ എന്ന് പറയുന്നതേ ബാബേൽ എന്ന് ഓർക്കുന്നുണ്ടോ? അവരാണ് ബാബിലോണായി മാറുന്നത്. അന്ന് മുതൽ ഇവർക്ക് ഒരു അഹങ്കാരമാണ്, തനിയെ പോവാനും ഏത് ദൈവത്തിൽ നിന്ന് അകന്ന് പോവാനുള്ള അന്ന് മുതൽ ഉള്ളതാണ് ദൈവജനത്തിനെതിരായിട്ട് മാറുന്നതും. അപ്പം അതിൻ്റെ അധമതനാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് റെവലേഷൻ യൂസസ് ബാബിലോൺ ടു അക്യൂസ് എ സൊസൈറ്റി ദാറ്റ് കറപ്റ്റ്സ് ദ വേൾഡ്. ഓക്കെ, ഇനി നമുക്ക് 14:9 മുതൽ 11 വരെയുള്ള വചനം വായിക്കാം. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുൻപാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിന്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. അതാണ് ഈ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വേറെ രൂപത്തിൽ. ഇതിൻ്റെ കോൺസെക്വൻസ് ആണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒരു ബീസ്റ്റ് അതിനെ അംഗീകരിക്കുന്നത് വഴിയായിട്ട് ആൾ ക്ലെയിം ചെയ്യുന്ന എല്ലാത്തിനോടും നമ്മൾ യെസ് പറയുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോ എന്ന് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചില ക്ലെയിംസ് ഉണ്ട്, അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരെന്തിനോട് കണക്റ്റായി കിടക്കുന്നോ അതിനോടും കൂടി നമ്മൾ കണക്റ്റഡായി കിടക്കണം. അതായത് ടു വർഷിപ്പ് ദ ബീസ്റ്റ് ഈസ് ടു ആക്സെപ്റ്റ് ദ ക്ലെയിം ഓഫ് എ റൂളർ. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ, ആ പാർട്ടിയുടെ, അല്ലെങ്കിൽ അതെന്തിനൊക്കെ നിൽക്കുന്നോ അതിനോടൊക്കെ നമ്മൾ കണക്റ്റഡായി മാറും. അതിൻ്റെ കോൺസിക്വൻസാണ് ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പുകയും സംഭവമുണ്ട്. അതുകൊണ്ടാണ് എത്രമാത്രം എന്ന് വിചാരിച്ച് നമ്മൾ വിചിത്ര ജീവികളാവാന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. അതായത് അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ബൗണ്ടറീസ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് മുകളിലേക്ക് പോകാനാണ് ബുദ്ധിമുട്ട്, താഴെ വരാൻ വലിയ അധ്വാനമൊന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി, തനിയെ താഴേക്ക് വന്നോളൂ. ഈ ഒന്ന് നമ്മൾ ജ്ഞാനം 2:12-15 വരെയുള്ള കാര്യം നമ്മൾ ഇന്ന് രാവിലെ വായിച്ചു. അതായത് അവൻ്റെ ദൃഷ്ടി തന്നെ അവൻ്റെ സ്ഥാനത്തിൻ്റെ ദുസ്സഹമാണെന്ന് പറഞ്ഞില്ലേ. ഇനി ഇത് നമ്മളും ദൈവമായിട്ടൊന്ന് വെച്ച് നോക്ക്. നമ്മൾ അത്ര വിശുദ്ധിയിലല്ല ജീവിക്കണമെങ്കിൽ കർത്താവിനെ കാണുമ്പോൾ ദുസ്സഹമായിട്ട് തോന്നും. നമ്മളത് പറഞ്ഞ് വേറൊരു ആംഗിളിലാണ്. ഈ ഭൂമിയിലുള്ള വിശുദ്ധിയിൽ ജീവിക്കുന്നവരും വിശുദ്ധി അല്ലാത്തവരും. അപ്പം നമ്മൾ കുഞ്ഞാടിനെ കാണുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ അതാണ് ദൈവസന്നിധിയിലേക്ക് വരില്ല. ഏത് ഈ പറഞ്ഞ
തിന്മയുണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് വരില്ല, അതിൽ നിന്ന് മാറി നിൽക്കും. അത് വളരെ അരോചകമായിട്ട് തോന്നും. അപ്പോൾ ഇനി നമുക്ക്, ഇതൊക്കെ വലിയ വലിയ കേസാണ്, നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ഫീലിംഗ് ആണുള്ളത്? ഇൻറ്റിമസി ആണോ ഉള്ളത്? ഡിസ്റ്റൻസ് ആണോ ഉള്ളത്? ഇൻഡിഫറൻസ് ആണോ ഉള്ളത്? അതുപോലെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നാണോ ഉള്ളത്? ഇതെല്ലാം നമ്മൾ കൂടെ കൂടെ നോക്കണം. 14 വായിക്കാം. പിന്നെ ഞാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന്. അപ്പോൾ ഈ ഗോൾഡൻ ക്രൗൺ സൂചിപ്പിക്കുന്നത് കിങ്ഷിപ്പിനെയാണ്. മറ്റ് കിങ്ഷിപ്പ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് സിക്കിള് കൊണ്ടുവന്നേക്കുന്നത്. അതായത് മത്തായി 13:30. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ. ഗോതമ്പ് എന്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. 15-16. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവരോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൻ എടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിൽ ഇരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. അതായത് ഈ ഫൈനൽ എന്ന് പറയുന്നതിന് അധികം സമയമെടുക്കില്ല എന്നാണ് പറയുന്നത്. അവിടെ എത്താനാണ് സമയമെടുക്കുള്ളൂ എന്ന്. ഈ തീരുമാനം വളരെ പ്രിക്ക് ഓഫ് സെക്കൻഡ്സിലാണ് നടക്കുന്നത്. ഒരു സിംഗിൾ സ്ട്രോക്കാണ് ജഡ്ജ്മെന്റ് ഓഫ് 14-19-20. അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിവിള ശേഖരിച്ച് ദൈവത്തിന്റെ ക്രോധമാകുന്ന വലിയ മുന്തിരി ചക്കിലിട്ടു. പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം ആട്ടി. ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൺ വരെ ഉയരത്തിൽ 1600 സ്ഥാദിയോൺ നീളത്തിൽ രക്തപ്രവാഹമുണ്ടായി. നമുക്കിനി അടുത്ത അധ്യായം തുടങ്ങാം. 15th ചാപ്റ്റർ. നമ്മൾ ചാപ്റ്റർ 11-15 ഒരു ട്രംഫറ്റ് കേട്ടത്. അത് കഴിഞ്ഞ് 12 മുതൽ 14 വരെ ഇങ്ങനെ അതിൽ മുഴുവൻ ഇസ്രായേൽ ചരിത്രം പറഞ്ഞു. ഇനി ഈശോയുടെ ജനനത്തിന് മുമ്പ് മുതൽ ഇനി യുദ്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഫൈനൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി പഴയ സ്റ്റോറിയിലേക്ക് വീണ്ടും പോവുകയാണ്. അതായത് ഒരു സ്റ്റോപ്പായിരുന്നു. ഇനി 15-16 പഴയ ട്രംഫറ്റിൽ തുടങ്ങി പിന്നെ ബബിൾസ് എല്ലാം 7 ബബിൾസ് ഒക്കെയാണ് വരുന്നത്. 7 ബബിൾസ് മുഴുവൻ എവിടെയാണ് നടക്കുന്നത്? ചാപ്റ്റർ 16 നടക്കുന്നത്. 17-18 വരെയുള്ളത് എങ്ങനെയാണ് ജഡ്ജ്മെന്റ് നടത്തുന്നത്, എങ്ങനെയാണ് ഈ സ്റ്റോറി ഇങ്ങനെ വന്ന് അവസാനിക്കുന്നത്. ഇനി 15 വായിക്കാം. സ്വർഗത്തിന് മഹത്വം വിസ്മയാവഹവുമായ മറ്റൊരടയാളം ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്. എന്തെന്നാൽ ഇവയോടാണ് ദൈവത്തിന്റെ ക്രോധം അവസാനിക്കുന്നത്. ഇത് ഇതിന്റെ സമ്മറിയാണ് ഈ പറഞ്ഞ. അതായത് ഇതിനകത്തൊരു ഗ്രോത്ത് ഉണ്ട്. അതായത് ആദ്യം സീല്, പിന്നെ ട്രംഫറ്റ്, പിന്നെ ബവൽസ്, ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇതിങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് പതുക്കെയാണ് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രക്ഷപ്പെടാനുള്ളവർ രക്ഷപ്പെട്ടോ എന്നുള്ളതാണ് ഈ പറയുന്നത്. പക്ഷേ രക്ഷപ്പെടാൻ താല്പര്യമില്ലാത്തവർ ഉണ്ട്. ഇനി 2-3 വായിക്കാം. 15-2-3. അത്യമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവന്റെ പ്രതിമയിന്മേലും അവന്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിന്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട്? അങ്ങ് മാത്രമാണ്. അപ്പോൾ ഇനി നമ്മൾ ആ 7 ബവൽസിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം പറഞ്ഞാണ്. ആദ്യത്തെ മുഴുവൻ നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കും.
രണ്ടാമത്തും മൂന്നാമത്തും 6th 7th ഒക്കെ എന്താണ്, മനുഷ്യനെ സംബന്ധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് എർത്തിനെ കുറിച്ച്, സെക്കൻഡ് സീനെ കുറിച്ച്, തേർഡ് സ്പ്രിങ്സ് ആൻഡ് റിവേഴ്സിനെ കുറിച്ച്, ഫോർത്ത് ഹെവനെ കുറിച്ച്. 5-6 15 5-6 വായിക്കാം. ഇതിനുശേഷം സ്വർഗ്ഗത്തിലെ സാക്ഷ്യകൂടാരത്തിലെ ശ്രീകോവിൽ തുറക്കപ്പെടുന്നത് ഞാൻ കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്നു. അവർ ധവളവസ്ത്രം ധരിച്ചിരുന്നു. വക്ഷസ്സിൽ പൊന്നുകൊണ്ടുള്ള കിടക്കച്ച കെട്ടിയിരുന്നു. 4 ജീവികളിൽ ഒന്ന് എന്നെന്നും ജീവിക്കുന്നവനായ ദൈവത്തിന്റെ ക്രോധം നിറച്ച 7 പൊൻകലശങ്ങൾ 7 ദൂതന്മാർക്ക് കൊടുത്തു. ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ശക്തിയുടെയും രൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുവോളം ഒരുവരും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പല ഭാഗങ്ങളാണ്. ഇനി ഇത്രയേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ റിയാക്ഷൻ അല്ല, പക്ഷേ ഒരു പെർഫെക്റ്റ് ജസ്റ്റിസാണ്. ഇതാണ് ഇതിൻ്റെ കീ വേർഡ്. എന്താണ് അവിടെ അളവുകോല്? ഗോഡ്സ് ഹോളിനെസ് ആൻഡ് എവറി കൈൻഡ് ഓഫ് ഈവിൾ. അതാണ് നമ്മൾ 21 അവസാനം വചനം പറഞ്ഞില്ലേ, അശുദ്ധിയൊന്നും പ്രവേശിക്കില്ല. ആ ഒരു അതിലേക്കാണ് ഈ ഫോക്കസ് മുഴുവൻ കെടുക്കുന്നത്. 15:8 വായിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിന്റെയും ശക്തിയുടെയും ധൂപം കൊണ്ട് ശ്രീകോവിൽ നിറഞ്ഞു. 7 ദൂതന്മാരുടെ 7 മഹാമാരികളും അവസാനിക്കുമ്പോഴും ഒരുവനും ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അപ്പം അതായത് അവിടെ ആ സംഭവം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് 16-ാമത്തെ അധ്യായം വായിക്കാം. ഈ ഒരു മിനിറ്റ് നമ്മൾ പഴയ ഒരു സീക്വൻസ് ഒന്നും കൂടി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. 6-ാം അധ്യായത്തിൽ സീല് തുറന്നപ്പോൾ എന്തുണ്ടായത്? ഹ്യൂമൻ ഹിസ്റ്ററി, വാർ, വയലൻസ്, ഫാമിൻ, പെസ്റ്റിലൻസ്. ട്രംഫറ്റ് ഉണ്ടായപ്പോഴെന്തുണ്ടായത്? വെട്ടുകിളി. അത് ടോർമെൻറ്റ് ചെയ്തുള്ളൂ. അതെല്ലാം വ്യക്തികളെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെയാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്നത്. 16:1-2 വായിക്കും. ശ്രീകോവിലിൽ നിന്ന് ആ 7 ദൂതന്മാരോട് പറയുന്ന ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. നിങ്ങൾ പോയി ദൈവകോപത്തിന്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. ഉടനെ ഒന്നാമൻ പോയി തന്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങൾ ഉണ്ടായി. രണ്ടാമൻ തന്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. കടൽ മരിച്ചവന്റെ രക്തം പോലെയായി. അതിലെ സർവ്വജീവികളും ചത്തുപോയി. മൂന്നാമൻ തന്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു. അവ രക്തമായി മാറി. അപ്പോൾ ജലത്തിന്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു. ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. അപ്പോൾ ആദ്യത്തേല് അഗ്ലി സോഴ്സ് ആണ് വന്നത്. 3 വയസ്സാ അവിടെ പറയുന്ന എക്കോളജിക്കൽ കറ്റസ്ട്രോഫിയാണ് ഉണ്ടായത്. ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ളത് വന്നു. ഇനി അടുത്ത് വായിച്ചോ. അപ്പോൾ നാലാമത്തത് നാലാമൻ തന്റെ പാത്രം സൂര്യന്റെ മേൽ ഒഴിച്ചു. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തിരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദൂഷിച്ചു. അനുദപിക്കുകയോ അവിടുത്തെ മാറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. 5-മൻ തന്റെ പാത്രം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു. അതിന്റെ രാജ്യം കൂരിരുട്ടിലാണ്ടു. മനുഷ്യർ കഠിന വേദന കൊണ്ട് നാമ്പു കടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗ്ഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് അനുദപിച്ചില്ല. വീണ്ടും അത് തന്നെയാണ് വരുന്നത്. പിന്നെ 6-ാമത്തെ ദൂതൻ തന്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു. അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി. അങ്ങനെ കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടുവാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക ആത്മാക്കളാണ്. അപ്പോൾ അതായത് ഇതെല്ലാം നടക്കുമ്പോൾ എല്ലായിടത്തും ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആവർത്തിക്കുകയാണ്, ഒരു സ്ഥലത്തും അനുദപിക്കുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ ഇതിൽ നിന്ന് രക്ഷിക്കുമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിനുള്ള ഇവിടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, ഈ വാഗ്ദാനമാണ് നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്. വെളിപാട് 14-13 അത് കൂടെ വായിക്കണം. ഒന്നുകൂടി വായിച്ചു. 14-13. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്നു,
ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവൻ അനുഗ്രഹീതരാണ്. അതേ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നുവെന്ന് ആത്മാവ് അരുളിച്ചെയ്യും. ഇതാണ് ബിബ്ലിക്കൽ കൺസെപ്റ്റ്. ഒരു പ്രദേശത്ത് നമ്മൾ വിശുദ്ധരാണെങ്കിലും ആ പ്രദേശത്തിൻ്റെ കോൺസെക്വൻസ് നമ്മൾ അവിടെ ജീവിക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ വരുന്നതാണെങ്കിൽ നമ്മൾ അനുഭവിക്കും. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നില്ലേ? നമ്മൾ ചെയ്ത പാപമാണോ? അല്ല. അപ്പം അവിടെ അതിന് എക്സ്ട്രീം വന്നാലും ആകെയുള്ള വാഗ്ദാനം ഓർക്കാനുള്ളത് ഏതാണ്? 14:13 16 10 തൊട്ട് 16 വരെ വായിക്കാം. അഞ്ചാമൻ തന്റെ പാത്രം മൃഗത്തിന്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അപ്പോൾ അതിന്റെ രാജ്യം കൂരിരുട്ടിലാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 17 അധ്യായത്തിൽ ഒരു ഡാർക്ക്നെസ് കാണുന്നില്ലേ? ഭയത്തിൻ്റെ ഡാർക്ക്നെസ്. അതെല്ലാം മുഴുവൻ വരുന്നതിനെ കുറിച്ചാണ്. പ്ലേഗ് ഓഫ് ഡാർക്ക്നെസ്. പിന്നെ തുടർന്ന് വായിച്ചോ. മനുഷ്യൻ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുദപിച്ചു. ആറാമത്തെ ദൂതൻ തന്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിൽ ഒഴിച്ചു, അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി. അങ്ങനെ കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചിക ആത്മാക്കൾ. ഇതാ, ഞാൻ കള്ളനെ പോലെ വരുന്നു. ഭക്തനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവൻ. എബ്രായ ഭാഷയിൽ ഹർമാഗത്തോൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചുകൂട്ടി. ഏഴാമൻ തന്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിച്ചു. അപ്പോൾ ശ്രീകോവിലിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു, ഇതാ തീർന്നു. അപ്പോൾ മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി. മഹാനഗരം 3 പിളർന്നു. ജനതകളുടെ പട്ടണങ്ങൾ നിലംപതിച്ചു. തന്റെ ഉഗ്രകോപത്തിന്റെ മട്ടുവരെ കുളിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു. പർവ്വതങ്ങൾ കാണാതെ കാലത്തുകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്ത് നിന്ന് മനുഷ്യന്റെ മേൽ പതിച്ചു. കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. അത് അത്ര ഭയങ്കരമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിർത്താണ്. 14, 15, 16